പെരുന്നാൾക്ക് എങ്ങോട്ട് യാത്ര പോകണമെന്ന് കുത്തിരുന്നാലേക്കായിരുന്നു. ഇപ്രാവശ്യം എല്ലാവരും നാട്ടിലുണ്ട്. അപ്പൊ എങ്ങോട്ടെങ്കിലും ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നും നടക്കാറില്ലല്ലോ. അപ്പൊ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ പോണ വഴിക്കാണ് തൊടുപുഴയിലുള്ള തീരം ഫാം സ്റ്റേയിൽ തങ്ങിയാലോ എന്ന് വിചാരിച്ചു. തനി കേരള സ്റ്റൈലിൽ 15 ഏക്കേഴ്സിലാണ് ഈ തീരം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. മൊത്തത്തിൽ ട്രഡീഷണൽ മാത്രമല്ല 4 പ്രീമിയം ബെഡ്റൂംസ് ആണുള്ളത്. മൊത്തത്തിൽ ഒരു 15 to 20 മെമ്പേഴ്സിന് സുഖമായിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്രഷ് ആയ ശേഷം കിച്ചണിൽ പോയി രാത്രിയിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് ഉപ്പയും പാപ്പയും അനിയന്മാരും അങ്ങോട്ട് ഏറ്റെടുത്തേക്കാണ് കേട്ടോ. ഈവനിങ് ആയപ്പോൾ നമ്മൾ അവിടെ മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് വിചാരിച്ചു. റിവർ ഫേസിംഗ് ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈവനിങ് ആവുമ്പോൾ നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ച് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട്. പിന്നെ അവിടെ മെയിൻ ആയിട്ട് പ്ലാന്റേഷൻ ആണ് കേട്ടോ. നല്ല ഡ്രാഗൺ ഫ്രൂട്ട്, ജാതിക്ക, മാംഗോസ്റ്റീനൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ ആണല്ലേ. ഫാമിലി ടൈം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും കൂടെ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈവനിങ് ആയപ്പോൾ നമ്മൾ പൂളിൽ ഇറങ്ങാനുള്ള പ്ലാൻ ആണ്. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് ചിക്കൻ ചൂടാനുള്ള സെറ്റപ്പ് അവർ ചെയ്തത്. എൽമറിന് പൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലേ. അപ്പൊ ഇപ്പുറത്ത് നമ്മൾ കുളിക്കുന്നു, അപ്പുറത്ത് ചിക്കൻ ചൂട്. ഡിന്നർ അതേ നമുക്ക് അവിടെ തന്നെ ആട്ടോ സെറ്റ് ചെയ്തെന്ന്. നല്ല വലിയൊരു ഡൈനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടി കള്ളന് പോലീസ് യൂനോ കാർഡൊക്കെ കളിച്ചിട്ടോ. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തൊടുപുഴയിൽ ഒരു 10 മിനിറ്റും എറണാകുളത്ത് നിന്ന് ഒരു 1.5 മണിക്കൂറാണ് ഈ ലൊക്കേഷനിലേക്ക് വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു 1 ഡേ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ഗെറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുക്കാം.